الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാഭാരതിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം 10 മാസക്കാലത്തെ പഠനത്തിന് ശേഷമുള്ള 2 മാസക്കാലത്തെ വെക്കേഷനിലാണ് അവരുള്ളത്. ഒരു ദിവസത്തെ അധ്വാനം കഴിഞ്ഞാൽ രാത്രി വിശ്രമിക്കാനുള്ളതാണ്, അടുത്ത ദിവസത്തേക്കുള്ള എനർജി സമ്പാദിക്കാനുള്ളതാണ്. ഒരാഴ്ചത്തെ ജോലി കഴിഞ്ഞാൽ ശനിയും ഞായറും അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഒരു ദിവസം അവധി ഉണ്ടാവും. അത് തിങ്കളാഴ്ച മുതൽ നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഒരു ടേം കഴിയുമ്പോൾ ഒരു പരീക്ഷയും അതിനുശേഷം ഏതാനും ദിവസങ്ങളുടെ അവധിയും ലഭിക്കും. വർഷം അവസാനിക്കുമ്പോൾ ദീർഘമായ 2 മാസക്കാലത്തെ അവധിയാണ് സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ലഭിക്കുക. ഇത് വരും വർഷത്തേക്കുള്ള എനർജി സമ്പാദിക്കാനും അതോടൊപ്പം പരീക്ഷയ്ക്ക് ശേഷം ജീവിതത്തിൽ ചില ആനന്ദങ്ങൾ കണ്ടെത്തുന്നതിനുമൊക്കെ കൂടി വേണ്ടിയാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ചില പ്രധാന കാര്യങ്ങൾ ചിന്തിക്കേണ്ടുന്ന കൂടി സമയമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. സ്കൂൾ പഠനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് ലഭിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കൂളിൽ നിന്ന് ജീവിതം മക്കൾ പഠിക്കുന്നില്ല. സയൻസും മാത്സും ഇംഗ്ലീഷും പഠിക്കുന്ന മക്കൾ ജീവിതം എന്താണ് എന്ന് പഠിക്കുവാനുള്ള അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ കലാലയങ്ങളിലൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞാലും PG കഴിഞ്ഞാലും
പുതുതലമുറയിൽപ്പെട്ട ഒരു പക്ഷേ പഴന്തലമുറയിൽപ്പെട്ട ആളുകൾക്കും പലപ്പോഴും എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത് എന്ന് അറിയുകയില്ല. ജീവിതത്തിൽ നാം കാണിക്കേണ്ട സ്നേഹത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, എമ്പതിയെക്കുറിച്ച്, മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടതിനെക്കുറിച്ച്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ മക്കള് ഹലോ ഇരിക്കുന്ന മക്കളെല്ലാവരും ഒന്ന് കുട്ടി കളിച്ച് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ ആ മക്കളോടാണ് പറഞ്ഞത്, ഒന്ന് ഇങ്ങോട്ട് മുന്നോട്ട് കയറി. ഞാൻ എല്ലാവരും അങ്ങോട്ട് മുന്നോട്ട് കയറി ഇരിക്കും. എല്ലാവരും സെഫിലേക്ക് ഇരിക്കും. വളരെ പ്രായമുള്ള ആളുകളോട് ചാരി ഇരിക്കുന്നുണ്ട്. അവർ ഇരുന്നോട്ട്, അവർക്ക് പ്രയാസം ഉണ്ടാവും. അല്ലാത്തവർക്ക് മുന്നോട്ട് ഈ സെഫിൽ സ്ഥലമുണ്ട്. മോൻ കയറി മോളും ഇങ്ങോട്ട് വാ, മുന്നോട്ട് കയറി എന്നുള്ളത്. ആ മോൻ ഇങ്ങോട്ട് കയറി, അങ്ങോട്ട് കയറി, ഇങ്ങോട്ട് മുന്നോട്ട് കയറി, അങ്ങോട്ട് കയറി കേട്ടോ. അപ്പൊ ഇത് കുട്ടികളോടാണ്, അതോടൊപ്പം രക്ഷിതാക്കളോടാണ്. കുട്ടികളും നമ്മളൊക്കെ ഒരേ വീട്ടിൽ നിന്നാണ് വരുന്നത്. ആ വീട്ടിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മക്കളുണ്ട്, ജ്യേഷ്ഠാനിയന്മാരുണ്ട്, പ്രായമുള്ള ഉമ്മൂമ്മയുണ്ട്, ഉപ്പൂപ്പയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയതാണ് ഒരു കുടുംബം. ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഒരു ജുമാ ഖുത്ബ എന്നുള്ള നിലയ്ക്ക് ചെറിയ സമയം സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മക്കളും ശ്രദ്ധിക്കണം. സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും കൂട്ടിച്ചേർത്താൽ വെള്ളം കിട്ടുമെന്നുള്ളത് സ്കൂളിലെ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ ദാഹിച്ച് വലയുന്ന ഒരു കുരുവിക്ക്, വെള്ളത്തിന് ദാഹിക്കുന്ന ഒരു നായക്ക് ആ വെള്ളത്തിൽ നിന്ന് ഒരല്പം കൊടുത്താലാണ് വെള്ളത്തോടുള്ള ബാധ്യത തീരുക എന്ന പാഠം നമ്മൾ പഠിക്കുന്നത് ഇതുപോലെയുള്ള ഒരുമിച്ച് കൂടലിൽ നിന്നാണ്, ജുമാ ഖുത്ബകളിൽ നിന്നാണ്, മാതാപിതാക്കളുടെ കൂടെ നാം ജീവിക്കുമ്പോഴാണ്. എനർജി എങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നു എന്നുള്ളത് സയൻസിൽ നമ്മൾ പഠിക്കും. എന്നാൽ ഈ എനർജി നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും, ഗസയിലെയും ഇറാനിലെയും ലോകത്ത് പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെയും മേലെ പതിപ്പിച്ച് അവരെ കൊല്ലുവാനല്ല, മറിച്ച് അവരെ രക്ഷിക്കുവാനാണ് ഈ എനർജി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് രക്ഷിതാക്കൾ ആരെങ്കിലും ഒരാൾ അവിടെ ഒന്ന് ഇരിക്കണം. ആ മക്കളെ ഒന്ന് അവിടെ ഒന്ന്, ഈ കുട്ടികളൊന്ന് അവിടെ ഒന്ന് ഇങ്ങനെ കുട്ടികളൊന്ന് ഡയറക്റ്റ് ചെയ്ത് വിടാഞ്ഞാൽ മക്കളാണ്, സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ അവിടെ ഇരുന്നാൽ മതി. അവിടെ ഒന്ന് ഇങ്ങനെ അവരെങ്ങനൊന്ന് എല്ലാവരും വരുന്നവർ ചാരി ഇരിക്കുന്ന ഒരു ശീലമായിരിക്കും ഒരു പക്ഷേ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ മക്കൾക്ക് ചെറുപ്പത്തിലെ കുറേശ്ശെ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് അത് മനസ്സിലാവുള്ളൂ. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല, അവർക്ക് അറിയില്ല. അവർ ശീലിച്ച ഒരു സംഗതി അങ്ങനെ തുടർന്നു പോകും. അപ്പോ ഈ ഒരു എനർജി കൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്തുകയാണ് വേണ്ടത്, സ്നേഹിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. ഇപ്പോ നമുക്കറിയാം, മനുഷ്യൻ എത്ര വിഡ്ഢിയാണ് ഒരു അർത്ഥത്തില്. ഭൂമിക്ക് പുറത്ത് ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുവാനുള്ള സാധ്യതയുള്ളത് എന്ന് ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മനുഷ്യൻ ഗവേഷണം നടത്തുക. ചൊവ്വയിൽ വല്ല സാധ്യതയുണ്ടോ, ചന്ദ്രനിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന മനുഷ്യൻ അതിനുവേണ്ടി കോടികളാണ് ചെലവഴിക്കുന്നത്. നമുക്കറിയാലോ, അമേരിക്കയിൽ നിന്ന്, UK നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ സയന്റിസ്റ്റുകൾ കോടികൾ ചെലവാക്കിയിട്ടാണ് അവിടെ എവിടെയെങ്കിലും ജീവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണത്. അതേ സമയത്ത് ഭൂമിയിലുള്ള മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കുകയും ചെയ്യുന്ന ഇതുപോലൊരു വിഡ്ഢി ലോകത്ത് മനുഷ്യനല്ലാതെ വേറെ ആരാ ഉണ്ടാവുക? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം മനുഷ്യന് സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് ഈ രീതിയിലുള്ള ഗവേഷണം നടത്തിക്കൊണ്ട് അതിനുവേണ്ടി കോടികൾ ചെലവാക്കുന്നു. അതേ മനുഷ്യൻ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് മനുഷ്യനെ കൊന്നൊടുക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകൾ, ഞാൻ അതിന്റെ വിവരങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം, ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, എന്തിനാണ് ജീവിക്കുന്നത്? ഒരു കുട്ടി ജനിച്ചു വീഴുന്നു, 3 or 4 വയസ്സാകുമ്പോ ആ കുട്ടി പഠിക്കാൻ തുടങ്ങുകയാണ്. LKG മുതൽ, UKG മുതൽ, അൽഫിത്ര മുതൽ, അൽമനാർ മുതൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയിട്ട് 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +2ഉം അത് കഴിഞ്ഞ് ഡിഗ്രിയും PGയും ഒരുപക്ഷെ PhD ഒക്കെ പഠിച്ചിട്ട് ഒരു കുട്ടി പുറത്തിറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ തവണ ആ കുട്ടി ചിന്തിക്കുകയാണ്, 10ാം ക്ലാസ് ആണ്ട് കഴിഞ്ഞാൽ സമാധാനമാവും, പിന്നെ ഈ ടെൻഷനൊന്നും ഉണ്ടാവില്ല.
10ാം ക്ലാസ് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുക പ്ലസ് ടു അതിലും വലിയ ടെൻഷനാന്നുള്ളത്. പ്ലസ് ടു കഴിയുമ്പോൾ കുട്ടി പ്ലസ് ടുവിനെ തൊട്ടുമ്പോൾ കുട്ടി ചിന്തിക്കും, പഠിച്ചവനെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ആയാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാകുന്നു. ഡിഗ്രിക്ക് എത്തുമ്പോഴാണ് ഡിഗ്രീന്റെ ടെൻഷനാ കുട്ടിക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞ് PGന്റെ സമയത്ത് പിന്നെ കുട്ടി ചിന്തിക്കുക ജോലി കിട്ടിയാൽ ഒരു സമാധാനമാവുമായിരിക്കും. ഇൻഷാ അല്ലാഹ് ജോലി കിട്ടിയാൽ പിന്നെ പ്രശ്നമല്ല. ജോലി കിട്ടിയാലാ മനസ്സിലാവുക ജോലി കിട്ടിയിട്ടുള്ള ടെൻഷൻ, പിന്നെ അതിനു വേണ്ടി പാച്ചിലാണ്. അങ്ങനെ മനുഷ്യൻ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പായുന്നതിനിടക്ക് ജീവിക്കാൻ മനുഷ്യന്മാർക്ക് സമയം കിട്ടുന്നുണ്ടോ? എന്തിനാണ് ജീവിതം? എന്താണ് ജീവിതം? ഇതിന്റെ അർത്ഥം എന്താണ്? എന്തിനാണ് മനുഷ്യനെ അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യകും അഹ്സനു അമല. ജീവിതത്തിന് അങ്ങനെ വലിയൊരു ലക്ഷ്യമുണ്ട്. നാം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, നന്മയാണോ തിന്മയാണോ, അള്ളാഹു കൽപ്പിച്ചതാണോ വിരോധിച്ചതാണോ എന്നുള്ള ജീവിതത്തിന്റെ ഒരു യഥാർത്ഥ അർത്ഥത്തിലേക്ക്, അതിന്റെ ഒരു പ്രാവർത്തിക രൂപത്തിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തം രക്ഷിതാക്കൾ നിർവഹിക്കേണ്ടുന്ന സമയമാണ് വെക്കേഷൻ. അതിനുള്ള ടൈമാ വെക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറെ കളിക്കാനുള്ളതാണ്, കുറെ ചിരിക്കാനുള്ളതാണ്, കുറെയൊക്കെ സന്തോഷിക്കാനുള്ളതാണ്. അതോടൊപ്പം ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ മുന്നോട്ട് പോവേണ്ട ഒന്നാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്ലാനിങ് വേണം വെക്കേഷന്. ഇത് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ പരിപാടി, അതിനു വേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഞാൻ നടത്തേണ്ടത്, അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. സമയത്തേക്കാൾ അമൂല്യമായ ഒന്ന് മനുഷ്യനില്ല. സമയം പാഴാക്കാൻ ഒരു വിശ്വാസിക്ക് ഒരു നിമിഷവുമില്ല. ഓരോ നിമിഷവും ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. പൈസ കൊടുത്താൽ നമുക്കറിയാം എല്ലാ സാധനവും ലോകത്ത് കിട്ടും. സാധാരണ പറയും ഉപ്പി വെച്ച് ബാക്കി എല്ലാം കിട്ടും എന്നുള്ളത്. പക്ഷേ കാശ് കൊടുത്താൽ കിട്ടാത്ത ഒന്നാണ് സമയം എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രീഷ്യസ് തിങ്, ലോകത്തെ ഏറ്റവും വിലയുള്ള സാധനം അത് സമയമാണ്. എനിക്ക് നഷ്ടപ്പെട്ട ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു വർഷം ട്രില്യൺ കണക്കിന് ഡോളർ കൊടുത്താലും അതെനിക്ക് തിരിച്ചു കിട്ടൂല. എനിക്ക് നല്ല ലോകത്തൊരാൾക്കും തിരിച്ചു കിട്ടൂല. പക്ഷെ അള്ളാഹു എല്ലാവർക്കും ഈക്വലായി ഒരുപോലെ വിതരണം ചെയ്ത ഒരു സാധനം അതെന്താ? അത് സൗന്ദര്യമല്ല, അത് സമ്പത്തല്ല, അത് സ്ഥാനമാനമല്ല, അത് സമയമാണ്. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ എന്ന രീതിയിൽ കൃത്യമായി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, മാക്സിമം നല്ല നിനക്ക് ഉപയോഗിച്ചാൽ നിനക്ക് ഗുണം, സമയത്തെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് നാശം. ആ സമയത്തെ കുറിച്ച് അള്ളാഹു അവന്റെ കോടതിയിൽ ചോദിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ട് അള്ളാഹ് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. 2 അനുഗ്രഹങ്ങൾ. ആ 2 അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ മിക്കവാറും ആളുകൾ നഷ്ടം വരുത്തിയ, ബഹുഭൂരിഭാഗം ആളുകളും നശിപ്പിക്കുകയാണ്. ഏത് 2 അനുഗ്രഹങ്ങൾ? അത് ഏതൊക്കെയാണെന്നറിയോ? അസ്ഹ വൽ ഫറാഗ്. ഒന്ന് അവന്റെ ആരോഗ്യമാണ്, രണ്ടാമത്തേത് അവന്റെ ഒഴിവ് സമയമാണ്. ആരോഗ്യവും ഒഴിവ് സമയവും മിക്കവാറും ആളുകൾ ഇതിനെ നഷ്ടപ്പെടും. എന്നിട്ടോ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മരണസമയത്ത് എല്ലാ മനുഷ്യന്മാരും സങ്കടപ്പെടുന്ന, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചോനെ, എനിക്ക് 60 കൊല്ലത്തെ ആയുസ് തന്നു, അല്ലെങ്കിൽ 70 തന്നു, 80 തന്നു, 40 തന്നു, എത്ര തന്നാലും മരിക്കുന്ന സമയത്ത് മനുഷ്യൻ ഖേദിക്കാണ്. കുറച്ചും കൂടി ടൈം കൊണ്ട പടച്ചോനെ, ഒരു 5 കൊല്ലം കൂടി, ഒരു 2 കൊല്ലം കൂടി, വേണ്ട ഒരു മാസം കൂടി, ഒരു ദിവസം, ഒരു മണിക്കൂർ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകുൻ മിനസ് സ്വാലിഹിൻ. പക്ഷെ അവിടെ ഖുർആൻ പറയുന്നത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, പിന്നെ നീട്ടി തരുന്ന പ്രശ്നമല്ല. അപ്പോ ഇപ്പൊ നമുക്ക് എന്താ അല്ലെങ്കിൽ സമയത്തിന് വില, സമയം പോയി കിട്ടാനിട്ട് കുടുങ്ങി നിൽക്കാണ് എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ആ സമയത്തെ എത്ര പോസിറ്റീവായി നല്ല നിലക്ക് നമുക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചു, വെക്കേഷൻ വെറുതെ കളയാനുള്ളതല്ല. കുട്ടികൾക്ക് കളിക്കാൻ
കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം, അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ആ കളിയിലൂടെ കുട്ടികളുടെ വ്യക്തിത്വത്തിന്, കളി എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ഒരു ധാരണ ഉണ്ട്, കളിച്ചിട്ടൊന്നും വലിയ കാര്യമല്ല, അത് ശരിയല്ല. കളിയിലൂടെ കുട്ടികൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായി ഇടപഴകേണ്ടത്, കൂടിച്ചേരേണ്ടത്, ആ രീതിയിൽ അവരുടെ വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റിയെ വളർത്തേണ്ടത് എന്നുള്ളത് കളിയിലൂടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കളിക്ക് കുറച്ച് സമയം കൊടുക്കണം. എന്നാൽ കളി മാത്രമല്ല വെക്കേഷൻ. ഇന്ന് ഒരു സിസ്റ്റം ഇല്ലാതെ മക്കള് രാവിലെ, പല വീട്ടിൽ നിന്നും രക്ഷിതാക്കളോട് ചോദിച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാകും. എവിടുക്കാ പോയത്, എപ്പോഴാ വരിക, ആരാ ഒപ്പുള്ളത്, അതിന് വേറൊരു ഒരു ഐഡിയ ഇല്ല. ആരെ കൂടെ പോയി, എപ്പോ വരും, ആരാണോ എന്റെ ഫ്രണ്ട്സ്, അവളിപ്പോ എവിടെയാ ഉള്ളത്, ഒരു ഐഡിയയും ഇല്ലാതെ ഒരു ചന്ത പോലെ, മാർക്കറ്റ് പോലെയാണ് ചില വീടുകൾ. ആർക്കും വരാം, ആർക്കും പോവാം, ഫുൾ ഓപ്പൺ ആണ്, ഒരു ലിമിറ്റും ഇല്ല, ഒരു ടൈമും ഇല്ല, ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ ആകാൻ പാടില്ല വീട്. അതിന്റെ അർത്ഥം ഒരു ചതുരക്കോളം വരച്ച് അതിൽ മക്കളെ നിർത്തണമെന്നല്ല. എന്നാലും ചില സിസ്റ്റം ഒക്കെ വേണം. മക്കളെ ഇപ്പൊ നൈറ്റ് ലൈഫിന്റെ ഒക്കെ ഒരു കാലാണല്ലോ. എവിടെ ചെന്നാലും രാത്രി ഫുള്ള് ഹയാത്താണ്. കുട്ടികൾക്ക് എപ്പോഴാ കുട്ടികൾ ഉറങ്ങല്, അങ്ങനെ ഒരു സമയമില്ല. എപ്പോഴാ കുട്ടികൾ ഉണരല്, അതിനൊരു സിസ്റ്റം ഇല്ല. എവിടെയാണ് ഉള്ളത് അതിനെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല. മക്കൾക്ക് എത്രയാണ് പോക്കറ്റ് മണി വേണ്ടത്, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് എത്രയാ ചോദിച്ചത് രക്ഷിതാക്കൾ എടുത്തു കൊടുക്കും. എന്നിട്ട് പോയിട്ട് അവർ തിരിച്ചു വരും. എവിടെ പോയി, ആരുടെ കൂടെയായിരുന്നു, അതിനിടയ്ക്ക് ഇവൻ എന്തൊക്കെയാണ് ടേസ്റ്റ് നോക്കിയത്, ആരുടെ കൂടെയാണ് സമയം ചെലവഴിച്ചത്, ഇതിനൊക്കെ നമുക്കൊരു സിസ്റ്റം ഉണ്ടാവണം, ഒരു ധാരണയുണ്ടാവണം. അതോടൊപ്പം മക്കളുടെ കൂടെ കളിക്കാൻ രക്ഷിതാക്കളും സമയം കണ്ടെത്തണം. മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരോട് ഓപ്പണായി സംസാരിക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും പല മക്കൾക്കും അവരുടെ രക്ഷിതാക്കളെ അവൈലബിൾ അല്ല, കിട്ടൂല. ഉപ്പാനോടൊരു കാര്യം പറയുകയാണെങ്കിൽ ഉപ്പാനെ തെരഞ്ഞാൽ കാണൂല. ഉപ്പ രാവിലെ നേരത്തെ പോകും, രാത്രി എപ്പോഴെങ്കിലും വരും. ഇനി വന്നാൽ തന്നെയോ ഉപ്പാനോടൊന്ന് സംസാരിക്കാൻ പോലും, ഉമ്മാനോടൊന്ന് മിണ്ടാൻ പോലും കിട്ടാത്ത രീതിയിലുള്ള അത്രയും നമ്മൾ എൻഗേജ് ആകും. പിന്നെ ചില മക്കളൊന്നും നമ്മൾ ആ പ്രായത്തിൽ പരിഗണിക്കാതിരുന്നാൽ പിന്നെ അവരെങ്ങോട്ടും കിട്ടൂല. അവർ പ്രത്യേക ലോകത്തേക്ക്. ഇന്നിപ്പോ മൊബൈൽ ഫോൺ വലിയ വിഷയമാണല്ലോ. എല്ലാവർക്കും ഉള്ള പ്രശ്നം അതാണ്. ഇതിന്ന് കുട്ടി ഇങ്ങോട്ട് തല പൊക്കുന്നില്ല. ഇവിടെ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ച്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് പൂർണ്ണമായും മക്കളെ ഇങ്ങോട്ട് പറിച്ച് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂല. കാരണം നമ്മളെ പോലെയല്ല അവർ. ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അല്ലെങ്കിൽ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ജനിച്ചവരാണ് അവര്. പൂർണ്ണമായിട്ട് ഇത് കൊണ്ടുവരാൻ സാധിക്കൂല. എന്നാൽ ഇതിനെ വളരെ നല്ല നിലക്ക്, പോസിറ്റീവായ നിലക്ക് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് മക്കളെ എത്തിക്കണം. വെറുതെ ഷോർട്സും റീൽസും നീക്കി സമയം അതിൽ ഒരു ഉപകാരവുമില്ലാതെ എന്ത് കണ്ടു, എന്തിന് ചെലവഴിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ. ഇതിന്റെ ഒക്കെ ഒരു അൽഗോരിതം കുട്ടികളെ പെട്ടെന്ന് അതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ്. കുട്ടികളെ മാത്രമല്ല, എല്ലാവരും. എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് നിർത്താൻ തോന്നൂല. ഇത് തോണ്ടി ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഇത് തോണ്ടിയിട്ട് താഴെത്തി തീർന്നിട്ട് നിർത്താന്ന് പറഞ്ഞത് തീരൂലല്ലോ. എന്താണ് നമ്മൾ കാണുന്നത്, ആ ടേസ്റ്റിനനുസരിച്ചുള്ള സാധനം അവര് തന്നുകൊണ്ടേയിരിക്കും. ഇവരെന്താ ചെയ്യണ അറിയോ, അവർക്കുള്ള പരസ്യം കാണുന്നതിന് വേണ്ടി നമ്മളെയും നമ്മുടെ മക്കളെയും അതിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ലാംഗ്വേജ് ആണ് അതിൻ്റെത്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ആകർഷിക്കും. നമുക്കൊരു തീരുമാനം വേണം. കുട്ടികൾ തീരെ ഇൻസ്റ്റഗ്രാമിലേക്ക് തീരെ വേണ്ട എന്ന് ഞാൻ പറയും. എന്നാൽ ലോകത്ത് ഇന്നിപ്പോ നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. US ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വാർത്തയാണ്. US 20 കോടിയാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു കുട്ടിക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വന്നത്. എന്റെ കുട്ടിയുടെ ഭാവി നശിപ്പിച്ചു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പിതാവ് കൊടുത്ത കേസിന് പരിഹാരമായിട്ട് $20 കോടി ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് ആ പ്ലാറ്റ്ഫോം നൽകേണ്ടി വന്നത്. ഓസ്ട്രേലിയയിലും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനേ പാടില്ല.
ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ട്വിറ്റർ ആയാലും ഇങ്ങനത്തെ ഒരു സംഗതിയും ഉപയോഗിക്കാനേ പാടില്ല. കുട്ടികളുടെ ബാല്യത്തെ കവരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിയമം പാസ്സാക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ. UK ഈ അടുത്താണ് UK പ്രൈം മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം നടത്തിയത്, കുട്ടികളെ നിങ്ങൾ ഇത്തരം സംഗതികളിലേക്ക് വലിച്ചിടരുത്. ഇന്ത്യയില് കർണാടകയിലും ആന്ധ്രയിലുമൊക്കെ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. എന്തിനെതിരെ അറിയോ? കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെതിരെ. കാരണം എന്താ? കുട്ടികൾക്ക് ഇതിന്റെ ശരി തെറ്റുകൾ അറിയുകയില്ല, കുട്ടികൾക്ക് ഇതിന്റെ വരും വരായ്മകൾ മനസ്സിലാക്കാൻ സാധിക്കയില്ല. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധ്യം വേണം. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് മൊബൈൽ, ഇപ്പൊ രക്ഷിതാക്കളൊക്കെ മക്കളെ പലപ്പോഴും വളർത്തുക, കുട്ടിക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് തുറന്നു കൊടുക്കണം, അങ്ങോട്ട് വാ തുറക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തുറന്നു വെച്ചാൽ കുട്ടി വാ തുറക്കും. അങ്ങനെ 1 വയസ്സ് 6 മാസമുള്ള കുട്ടിനെ ശീലിപ്പിച്ചത് ഇങ്ങനെയാണ്. അങ്ങനെയാവുമ്പോ പിന്നെ നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂല. അപ്പോ വളരെ പോസിറ്റീവായിട്ട് ഇപ്പൊ ഈ വെക്കേഷൻ സമയത്ത് കുട്ടിക്ക് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാൻ, ഒരു അറബിക്, സ്പോക്കൺ അറബിക്ക് പഠിക്കാൻ, ഓൺലൈൻ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാൻ, ഒരു ഷോർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിച്ചിട്ട് ഇതിലൂടെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത് ദഅ്വാ രംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോ ചില പ്രസംഗങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടും അതിനുവേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ടും അതിനുവേണ്ടി വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എത്രയോ നല്ല മക്കളുണ്ട്. എന്നാൽ അതോടൊപ്പം ഒരു ഉപകാരമില്ലാതെ അവരുടെ ബ്രെയിന്, അവരുടെ ബുദ്ധി ഇങ്ങനെ നശിച്ചു പോണത് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും മോശമായ രീതിയിൽ ഇതിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, ലഹരിക്കടിപ്പെട്ട കുട്ടികളെക്കാൾ മാരകമാണ് ഇത്തരം സോഷ്യൽ മീഡിയക്ക് അടിപ്പെട്ട കുട്ടികളുടെ അവസ്ഥ എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോ ഇതൊക്കെ രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കണം. സംസാരിക്കരുത്, മക്കൾ സംസാരിക്കരുത്. ജുമാ ഖുത്ബന്റെ ഇടയ്ക്ക് സംസാരിക്കാനേ പാടില്ല. ഖതീബിന് മാത്രം സംസാരിക്കാം. ഇങ്ങോട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതാണ് റസൂലുള്ള പഠിപ്പിച്ച നിയമം. സംസാരിച്ചാൽ ഓന്റെ ജുമാ പോയി, പിന്നെ ജുമാ അല്ല അയാൾക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഖതീബിനോട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം, അല്ലാതെ പരസ്പരം സംസാരിക്കാൻ പാടില്ല. അറിയാത്തവർ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അത്രയും ഗൗരവത്തിലാണ് ഇതിനെക്കുറിച്ച്. ഇപ്പൊ ഇങ്ങനെ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയതിനു ശേഷം പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെക്കേഷൻ സമയത്ത് ഇപ്പോ രക്ഷിതാക്കൾ പഠിച്ചവനൊന്ന് തീർന്നു കിട്ടിയാൽ മതിയേനി, എന്നിട്ട് മാസത്തേക്ക് തന്നെ കുട്ടികളെ കൊണ്ടേക്കി കൊടുക്കുകയാണ് ചില ആളുകൾ. നിങ്ങൾ തന്നെ നോക്കിക്കൂടി, നമുക്ക് നോക്കാൻ കഴിയില്ല. നമ്മളെ 2 കുട്ടികൾ നോക്കാൻ പറ്റാത്ത മാഷന്മാരാണ് പിന്നെ നമ്മൾ കുറ്റം പറയലും. 40 നോക്കണം എന്നുള്ളത്. നമ്മളെ മക്കളെ ഉത്തരവാദിത്വം നമുക്കാണ്. ആ ബാധ്യത നമ്മളെ ഏറ്റെടുക്കണം. എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു 5-6 കാര്യങ്ങൾ നമ്പർ ഇട്ട് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, കുടുംബത്തില് ഇതിനു വേണ്ടി ഒരു ഷെഡ്യൂള്, ഒരു ടൈം ടേബിൾ നമ്മൾ കഴിയുമെങ്കിൽ ഉണ്ടാക്കുക. രാവിലെ കുട്ടി എണീക്കേണ്ടത് എപ്പോഴാണ്, രാത്രി ഉറങ്ങേണ്ടത് എപ്പോഴാണ്, ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ്. ഭക്ഷണം കഴിക്കുക, വെക്കേഷനൊക്കെ രക്ഷിതാക്കളൊക്കെ വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം. അപ്പൊ അതിന് നമ്മൾ മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ ഇന്ന സമയത്ത് കഴിക്കും, അപ്പോഴേക്കും എല്ലാവരും റെഡി ആവണം. ഉച്ചക്ക് വീട്ടിലുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഞായറാഴ്ച നമ്മളുള്ള ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസത്തിൽ ഒന്നിച്ചാണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക, രാത്രി ഒന്നിച്ചാണ് ഭക്ഷണം. അങ്ങനെ ആ സമയത്തൊക്കെ ഒന്ന് ഒന്നിച്ചിരിക്കുക. ആ ഭക്ഷണത്തിന്റെ സമയം എന്താണ്, അതേപോലെ കളിക്കേണ്ട സമയം എപ്പോഴാണ്, ആ ടൈം ടേബിൾ വേണം. ഒരു ടൈം ടേബിൾ ഒരു കുട്ടിയും രക്ഷിതാവും ഉപ്പയും ഉമ്മയും മക്കളും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഉണ്ടാക്കണം. അതിലിപ്പോ 2 മാസത്തേതിന്റെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ഇനി ബാക്കിയുള്ള കുറെ ഇലക്ഷനൊക്കെ നമ്മൾ പല തരത്തിലും പെട്ടുപോയി. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾക്ക് നമ്മൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. എന്നിട്ട് ആ സമയത്ത് കുട്ടികൾ ഉറങ്ങാനും ആ സമയത്ത് ഉണരാനും കളിക്കാൻ അതിൽ ടൈം വേണം. വൈകുന്നേരം അസറിനൊക്കെ ശേഷം 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കുട്ടികൾ, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും കുട്ടികൾ കളിക്കട്ടെ, അതിനൊരു സമയം വേണം. അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിന് സമയം വേണം. കൂട്ടത്തിൽ മൊബൈൽ ഉപയോഗിക്കാൻ ഒരു സമയം വേണം. ആ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾ, രക്ഷിതാക്കൾ ഇനിയിപ്പോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ റീൽസോ ഷോർട്സോ കുറച്ചത് തീരെ കാണുന്നതല്ല, അതിനു വേണ്ടി 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ മാറ്റി വെക്കാം. എന്താണ് അതിന്റെ ടേസ്റ്റ് എന്നൊക്കെ നല്ല നിലക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സാന്നിധ്യത്തിൽ കുറച്ച് സമയമൊക്കെ അവർ ഉപയോഗിച്ചോട്ടെ. അല്ലെങ്കിൽ നമ്മളെ മക്കൾ ഒരു പക്ഷെ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അങ്ങനെ ആകാനും പാടില്ല. അപ്പൊ ആ രീതിയിൽ ഒരു സിസ്റ്റം, ഒരു ഷെഡ്യൂള്, ഒരു ടൈം ടേബിള് ജൂൺ 1-ാം തീയതി വരെയുള്ള സമയത്തേക്ക്, അല്ലെങ്കിൽ മെയ് 31 വരെയുള്ള സമയത്തേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പറയുമ്പോൾ അത്ര എളുപ്പമാണെന്നൊന്നും എളുപ്പമല്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും വെറുതെ സമയം കളയുന്നതിന് പകരം
ഏറ്റവും അമൂല്യമായ വസ്തുവിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേത് ഇതിനു വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. രണ്ടാമത്തേത് വെക്കേഷന് നമ്മുടെ മക്കൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. MSM നടത്തുന്ന പിന്നെ മഹലിലുള്ള ക്ലാസ്സുകൾ, MGM സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ക്യാമ്പസുകളിൽ, കോളേജുകളിൽ, സ്കൂളിലൊക്കെ സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ, മണ്ഡലാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും MSM MGM സംഘടിപ്പിക്കുന്ന ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയുള്ള റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. ഇതിനിപ്പോ ചിലതിന് ചിലപ്പോൾ ഫ്രീ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ക്ലാസ് ഉണ്ടാകും, ഒരു 7 ദിവസത്തെ 5 ദിവസത്തെ ക്ലാസ്, അത് ഫ്രീ ആയിരിക്കും. ചിലപ്പോൾ സ്റ്റേറ്റ് ലെവലിലുള്ള ക്ലാസ്സിന് 1000-2000 ഫീസ് കൊടുക്കേണ്ടി വരും. ആ ഫീസ് കൊടുത്തിട്ടാണെങ്കിലും പുതിയൊരു കൂട്ടായ്മ, പുതിയൊരു ഫ്രണ്ട്സ്, പുതിയൊരു ടീമൊക്കെ ഉണ്ടായിട്ട് അവരിങ്ങനെ വളരാൻ ഇത്തരം ക്ലാസ്സുകളിൽ, മോറൽ ക്ലാസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മോറൽ ക്ലാസ് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞൊരു കുട്ടിയാണ്, ഇംഗ്ലീഷ് പഠിക്കണം, അതിനു വേണ്ടിയുള്ള കോഴ്സുകൾ ഉണ്ട്, അതിലൊക്കെ പറഞ്ഞേക്കാം. അതേപോലെ മാത്സിൽ നല്ല താല്പര്യമുള്ള കുട്ടിയാണ്, 5ാം ക്ലാസ് പഠിക്കുന്നു, അവനൊരു മാത്സിന്റെ ഒരു എക്സ്ട്രാ അബാക്കസ് പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. എന്താണോ ആ കുട്ടിക്ക് താല്പര്യമുള്ളത് അതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ ഇത്തരം സന്ദർഭത്തിൽ മാറ്റി വെക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ ഒരു സംഗതി, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ട്രിപ്പിനൊക്കെ മക്കളെ രക്ഷിതാക്കൾ പൈസയും കൊടുത്തിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞയക്കും. ആരാ ഫ്രണ്ട്സ്? സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിനൊക്കെയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും പോകുന്നത്, ബോയ്സും ഗേൾസും, ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ. ഇതിലൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങള് സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഇന്നലെ ഇപ്പൊ ഒരു ന്യൂസിലുള്ളത്, ഏതോ ചില കുട്ടികളെ കാണാനില്ല. അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിലും മക്കളുടെ കൂടെ ഈ വെക്കേഷൻ ഇടയ്ക്ക് 1-2 ട്രിപ്പ് നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് പോക്കറ്റിന് അടങ്ങുന്ന രീതിയിൽ ഒരു ചെറിയ ട്രിപ്പൊക്കെ നമ്മളും പ്ലാൻ ചെയ്യണം. അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഒന്നിച്ചൊരു യാത്ര പോകുമ്പോൾ, ഇപ്പൊ നമസ്കാരം പിന്നെ ളുഹർ, അസർ, മഗ്‌രിബ്, ഇശാ, സുബൈ ഒക്കെ സമയത്ത് നമസ്കരിക്കുന്ന മക്കൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, മദ്രസയിൽ നിന്ന് പഠിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ ഒരു പക്ഷേ കുട്ടികൾ ഒരിക്കൽ പോലും ടൂറിൽ ഒരു നമസ്കാരം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവം അവർക്ക് അറിയില്ല. ടൂർ പോയ പിന്നെ നിസ്കാരം. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഇവിടുന്ന് ടൂർ പോകുമ്പോൾ വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ളുഹറും അസറും ജമ്മും കസറുമാക്കി ഒന്നിച്ച് നമസ്കരിക്കുക. അപ്പൊ ആ കുട്ടിക്ക് അതൊരു പാഠമാണ്. അങ്ങനെ ഒരു നമസ്കാരം ഉണ്ടല്ലേ. അതേപോലെ തന്നെ നമ്മള് പിന്നെ വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് കുടുങ്ങി, അങ്ങനെയൊക്കെ ഉണ്ടാവാലോ ചിലപ്പോൾ. അപ്പൊ തയമം ചെയ്തിട്ട് നിസ്കരിക്കാം. അല്ലെങ്കിൽ പിന്നെ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത നിലയ്ക്ക് യാത്രയിലാണ്, അപ്പൊ നമ്മൾ ഇരുന്ന് നമസ്കരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മദർസിന്ന് പഠിച്ചിട്ടുണ്ട്. കുട്ടിക്ക് അത് പ്രാക്ടിക്കലാക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു ട്രിപ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുട്ടി അതിന്റെ കൂടെ നമസ്കാരം എന്തായാലും ഒഴിവാക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് കുട്ടി ഈ പ്രാക്ടിക്കലായിട്ട് പഠിക്കും. അതിനു വേണ്ടി നമ്മുടെ ഒരു ട്രിപ്പൊക്കെ നമുക്ക് കഴിയുമെങ്കിൽ, കഴിയുന്ന ആൾ കഴിഞ്ഞപ്പോ പിന്നെ ഉസ്താദ് പിന്നെ ഖത്തീബ് ടൂർ പോകാൻ പറഞ്ഞിട്ട് ഇന്നെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കഴിയുന്ന രീതിയിൽ അതൊക്കെ പ്ലാൻ ചെയ്യാം. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞത് പള്ളിയുമായി ബന്ധമുണ്ടാക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ വേണ്ടി പള്ളി പോയിട്ടുണ്ടെങ്കിൽ മക്കളെയും കൂട്ടിപ്പോരുക. ഇനി നമ്മളില്ലാത്ത സമയത്ത് മക്കളോട് ജമാഅത്തിന് ബാങ്ക് വിളിച്ചാൽ പള്ളി പോകണ്ടെന്ന് പറയാം. അങ്ങനെ പല മഹലിലുള്ള പരാതി, വലിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യ മഹലിലെ അടക്കം പള്ളിയും മദ്രസയും ഏറ്റെടുക്കാൻ പുതുതലമുറയെ കിട്ടുന്നില്ല. അവര് റെഡിയല്ല, അവര് വേറെ ലൈനില്ല. എങ്ങനെ അവർ വേറെ ലൈനിലെത്തിയത്? നമ്മളാണ് ഇത്തരം സംവിധാനങ്ങളുമായിട്ട് അവരെ അടുപ്പിക്കേണ്ടത്, ചേർത്ത് നിർത്തേണ്ടത്. ഈ സ്ഥാപനങ്ങളും ഈ സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ കാലശേഷം നശിച്ചു പോകാൻ പാടില്ല. കാലാകാലം നമ്മളിവിടെ ഉണ്ടാവില്ല. ഇത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ പുതുതലമുറയാണ്. അതിനുള്ള ഒരു പാഠഭാഗം, അതിനുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലൂടെ ഇത്തരം വെക്കേഷനിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ സ്ഥാപനങ്ങളുമായി അവരെ ബന്ധപ്പെടുക. അതേപോലെ ദാവാ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും. ഇപ്പോ പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാന് നിർത്തിവെച്ച QHLS ക്ലാസ് ഈ വെള്ളിയാഴ്ച, ഇന്ന് മഗ്‌രിബിന് ശേഷം മുതൽ പുത്തലപ്പള്ളിയിൽ ആരംഭിക്കുകയാണ്. അതിന് പോയിരുന്ന ആളുകളും പുതിയ ആളുകളും പോകുമ്പോ മക്കളെയും കൂട്ടിയിട്ട് ആ ക്ലാസ്സിന് പോകണം. ഇന്ന് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നു. റമദാൻ നമ്മൾ നിർത്തിവെച്ചതായിരുന്നു. പുത്തലം പള്ളി വെച്ചിട്ട് QHLS ക്ലാസ്. അപ്പോ നമ്മൾ അതിന് പോകണം, നമ്മുടെ മക്കളെ അതിന് കൊണ്ടുപോകണം. ഇത്തരം ദഅ്വാ സംവിധാനങ്ങളുമായിട്ട് നമ്മുടെ മക്കളെ ബന്ധപ്പെടുത്തണം. അതിനൊക്കെയുള്ള സമയമായിട്ട് ഇത്തരം വെക്കേഷനുകൾ ഉപയോഗിക്കണം. അഞ്ചാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, മൊബൈൽ മാത്രം വായിക്കുന്നതിന് പകരം, ഷോർട്സും റീൽസും മാത്രം കാണുന്നതിന് പകരം നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക. സ്കൂളിലെ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി അല്ലാതെ ജനറൽ ആയിട്ട് വായിക്കേണ്ട, അപ്പൊ ഖുർആൻ പരിഭാഷ വായിക്കുക, ഹദീസിന്റെ വിശദീകരണം വായിക്കുക, മറ്റ് പുസ്തകങ്ങൾ വായിക്കുക, ഇന്ത്യയുടെ ചരിത്രം വായിക്കുക, ലോകത്തിന്റെ ഹിസ്റ്ററി വായിക്കുക, നോവലുകൾ വായിക്കുക, കഥകൾ വായിക്കുക. ഇങ്ങനത്തെ സംഗതികളൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തണം. കഴിയുമെങ്കിൽ ഒരു 500 റുപ്യ അല്ലെങ്കിൽ 200 റുപ്യായിട്ട് തൊട്ടടുത്തുള്ള ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട 3-4 പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ വായന
കുട്ടികളെ ശീലിപ്പിക്കുന്നതിലൂടെ അവരുടെ വ്യക്തിത്വത്തെ വളർത്താൻ സാധിക്കും. അപ്പൊ വെറും മൊബൈലിൽ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുന്നതിന് പകരം, തലയും താഴ്ത്തി ഇരിക്കുന്നതിന് പകരം മൊബൈലിന് അപ്പുറത്തൊരു ലോകമുണ്ട്, വായനയുടെ ഒരു ലോകമുണ്ട് എന്ന് പഠിപ്പിക്കാൻ ഇത് ഉപകരിക്കും. അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. ആറാമത്തെ കാര്യം, കുറച്ച് ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ സ്വിമ്മിങ്ങോ സ്കേറ്റിങ്ങോ കുട്ടികൾക്ക് താല്പര്യമുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 14 നൂറ്റാണ്ടും അന്ന് പറഞ്ഞതാണ്, മക്കളെ നിങ്ങൾ അമ്പെയ്ത്തും കുതിരസവാരിയും പഠിപ്പിക്കാൻ. ഏത് അമ്പെയ്ത്തും കുതിരസവാരി എന്ന് പറഞ്ഞാൽ അന്ന് നല്ല കായിക ശേഷിയുള്ള കുട്ടികൾ ചെയ്തിരുന്ന കാര്യ. അത് പഠിപ്പിക്കാൻ അന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് അങ്ങനെ നമ്മുടെ കായിക ശേഷിയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി കരാട്ടയ്ക്ക് പോകണോ, കളരിക്ക് പോകണോ, കുംഫുവിന് പോകണോ, ജിമ്മിന് പോകണോ, ഇനി വേറെ സ്വിമ്മിങ്ങിന് പോകണോ, അതൊക്കെ സ്വിമ്മിങ്ങിനൊക്കെ ഈ പോയിട്ട് നീന്തി വാന്ന് പറഞ്ഞിട്ട് കുളത്തേക്കാണ്ട് വിടരുത്, പുഴയേക്കാണ്ട് പറഞ്ഞയക്കരുത്. പിന്നെ കുട്ടിന്റെ വേറെ ദുരന്തത്തിലേക്ക് അത് എത്തിക്കും. അതിന് പകരം രക്ഷിതാക്കൾ അതിനൊക്കെ സമയം കണ്ടെത്തണം. അവരെ നീന്തൽ പഠിപ്പിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം. അവരെ പിന്നെ ഡ്രൈവിംഗ്, അത് 6 വയസ്സുള്ള 8 വയസ്സുള്ള കുട്ടിനെ മടിയിലിരുത്തിയിട്ട് സ്റ്റിയറിംഗ് പിടിക്കാൻ വേണ്ടി കൊടുക്കല്ല. എന്നിട്ട് കുട്ടി പഠിച്ചിട്ടുണ്ട്, 10 വയസ്സായിട്ടേ ഉള്ളൂ, രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കുട്ടി വണ്ടി എടുത്ത് ഒറ്റയ്ക്ക് പോവാണ്, ഇത്തരം അപകടത്തിലേക്ക് ചെല്ലാൻ പാടില്ല. അപ്പൊ 18 വയസ്സായി ആ കുട്ടിക്ക് അതിന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കണോ അതൊക്കെ ആ കുട്ടിക്ക് നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. 7ാമത്തെ കാര്യം, കുടുംബ സന്ദർശനം. ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സിംഹാസനത്തിലാണ് ബന്ധത്തെ കൊണ്ടുപോയി അള്ളാഹു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ബന്ധം പറയുന്നതാണ്, മൻ വസലനി വസലഹുല്ലാ വമൻ ഖതഅനി ഖതഅഹുല്ലാ. എന്നെ മുറിച്ചവനെ അള്ളാഹു മുറിച്ചു കളയും, എന്നെ ചേർത്തവന് അള്ളാഹുവും ചേർക്കും. സ്വന്തക്കാരെ പോലും തിരിച്ചറിയാത്ത പുതുതലമുറ. ആരോ ഒന്ന് കോളിംഗ് ബെല്ലടിച്ചു, ഉമ്മ വിളിച്ചു പറഞ്ഞു, മോനെ ആരാ വന്ന് നോക്ക്. മോൻ ചെന്ന് ഡോറ് തുറന്നിട്ട് കമ്പ്യൂട്ടറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മെല്ലെ നോക്കിയിട്ട് ആ ഡോറ് തുറന്നിട്ട് പറയാണ്, മമ്മി ഏതോ ഒരു അങ്കിള് വന്നിട്ടുണ്ട്. ഉമ്മ ചെന്ന് നോക്കുമ്പോ ഉമ്മാന്റെ സ്വന്തം ആങ്ങളെയാ, കുട്ടിക്ക് അറിയില്ല. ബന്ധങ്ങളുമായി, കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത പുതുതലമുറ. അവരെ നമ്മൾ എളാപ്പാന്റെ വീട്ടിലേക്കും എളാപ്പാന്റെ മോളെ കെട്ടിച്ചോടത്തേക്കും അമ്മായിന്റെ പരീക്കൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകണം, എന്നിട്ട് പരിചയപ്പെടുത്തണം അവരുമായുള്ള കണക്ഷൻ. നമ്മുടെ തലമുറ മരിച്ചു പോയാൽ ഇവർ തമ്മിലൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ബന്ധങ്ങൾ അറ്റുപോവാൻ പാടില്ല, അത് ചേർക്കണം. അതേപോലെ തന്നെ രോഗികളെ സന്ദർശിക്കണം, അഗതി മന്ദിരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, യത്തീംഖാനിലേക്ക് കൊണ്ടുപോകണം. ഊട്ടിയിലേക്കും മസനഗുഡിയിലേക്കും മാത്രം പോയാൽ പോരാ, ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് കൂടി മക്കളെ കൂട്ടിക്കൊണ്ടു പോയാൽ ജീവിതത്തിന് ഇങ്ങനെയും ചില വശങ്ങൾ ഉണ്ട്. ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖിക്കും. എല്ലാ കുട്ടികളും മേപ്പെട്ടാ നോക്കുക. എന്റെ വാപ്പ നാട്ടിലാണ്, ഓന്റെ വാപ്പ ദുബായിലാണ്, എന്റെ വാപ്പാന്റെ വണ്ടി അൾട്ടോ ആണ്, ഓന്റെ വാപ്പാന്റെ ഇന്നോവയാണ്, അങ്ങനെ വലിയത് മാത്രം നോക്കുന്നതിന് പകരം എന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ, സാധാരണക്കാർ, സാധുക്കൾ നാട്ടിലുണ്ട് എന്ന പാഠം കൂടി കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടുന്ന ഏറ്റവും നല്ല സമയമാണ് വെക്കേഷൻ. അല്ലാതെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാപ്പാരെ ഇടങ്ങേറാക്കാനുള്ള സമയമല്ല, ഉമ്മാരെ ബുദ്ധിമുട്ടാക്കാനുള്ള സമയമല്ല. ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നപ്പോ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി പുറത്തേക്ക് പോയ, ഓന്റെ കയ്യിൽ എന്തോ ഉണ്ട്, ഉമ്മ പിന്നാലെ വരുന്ന അടുക്കളയിലെ ചട്ടകുമായിട്ട്. കുട്ടി അങ്ങോട്ട് ഓടി. 12 വയസ്സുള്ള കുട്ടിനെ ഉമ്മാക്ക് കിട്ടുമോ? ഉമ്മ ഒരു ഡയലോഗ്, പടച്ചോനഞ്ഞ് 2 മാസം ഇറ്റങ്ങളെ ഞാൻ എങ്ങനെയാ സഹിക്കുക. അപ്പൊ ഉമ്മ ഏപ്രിൽ 1-ാം തീയതി ആലോചിക്കണത് ഈ 2 മാസം എങ്ങനെ സഹിക്കുന്ന. അങ്ങനെ സഹിക്കേണ്ട സമയമല്ല, ചേർത്ത് നിർത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് ഒരു നല്ല വ്യക്തിയാക്കി ആ കുട്ടിയെ മാറ്റിയെടുക്കുവാൻ ഈ വെക്കേഷനെ പോലെ അനുയോജ്യമായൊരു സമയം വേറല്ല. പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ബോധം ഈ വെക്കേഷൻ രക്ഷിതാക്കളെ നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി കുറച്ച് സമയം മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസീസുൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹു കാഫത്തൽ ലിന്നാസി ബിത്തബ്ശീരി വൽ ഇൻദാർ വഅലാ ആലിഹിൽ അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാഇൽ അഖിയാർ മാദാമത്ത് സമാവാത്തി വൽ അർളി മാ തഅഖബത്ത് ദുൽമാത്ത് വൽ അൻവാർ മാ ബഅദത്തുല്ലാഹ്. വിശ്വാസികളെ ജീവിതം അല്ലാഹുവിന്റെ നിയമനിർദ്ദേശം ജീവിതത്തെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുക. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വാക്യം സൂറത്തുൽ ഫുർഖാനിലെ 27-29 വചനങ്ങൾ. നല്ല സുഹൃത്തുക്കളെ സ്വീകരിക്കാതിരുന്നാൽ അവസാനം ഖേദിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നല്ല സൗഹൃദത്തിലൂടെ മക്കൾ നല്ല സ്വഭാവം പഠിക്കും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. നാം ആരുടെ കൂടെയാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം നന്നാവും ചീത്തയാവും.
അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുക. ചീത്ത സുഹൃത്തുക്കളെ തെരഞ്ഞെടുത്താൽ നാളെ പരലോകത്ത് അവൻ ഖേദിക്കും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെയുള്ള മാർഗം ഞാൻ സ്വീകരിക്കുകയും അവനെ സുഹൃത്താക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവനാണ് എന്നെ വഴിതെറ്റിച്ചത്. എനിക്ക് ആദ്യത്തെ ആ ഡ്രഗ്സിന്റെ മയക്കുമരുന്നിന്റെ ടേസ്റ്റ് അനുഭവിപ്പിച്ചത് അവനാണ്, ആ തെറ്റിനെന്നെ കൂട്ടിക്കൊണ്ടുപോയത് അവനാണ്, എന്നെ നശിപ്പിച്ചത് അവനാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിന് പകരം എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോയത് അവനാണ്, എനിക്ക് മാതാപിതാക്കളോട് നല്ല ബന്ധമുണ്ടാകുവാൻ കാരണക്കാരൻ അവനാണ് എന്ന രീതിയിൽ നല്ല രീതിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവര് എല്ലാവരും, കുട്ടികളും മുതിർന്നവരും ഒക്കെ ആ രീതിയിൽ ഒരു നല്ല സമയമാക്കി ഈ വെക്കേഷനെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായകമായി നാളെ പരലോകത്തേക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ഏറ്റവും മനോഹരമായ ഒരു സമയമാക്കി ഈ വെക്കേഷനെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ ഈ വെക്കേഷൻ സന്തോഷകരമാകും. അതിനുവേണ്ടി മക്കളുടെ കൂടെ ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയെടുക്കുക, ഏറ്റവും നല്ല സമയം ഉണ്ടാക്കിയെടുക്കുക, അവരുടെ കൂടെ സമയം ചെലവഴിക്കുക, അവരെ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക, അവരെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ തയ്യാറാവുക, അവരുമായി ഫൈറ്റ് ചെയ്യുന്നതിന് പകരം, അവരുമായി അടികൂടുന്നതിന് പകരം, അവരെ പിന്നാലെ കൂടി കറക്റ്റ് ചെയ്യുന്നതിന് പകരം അവരെ ചേർത്ത് നിർത്തി ശരിയാക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് പ്രവാചകന്റെ വഴി. പ്രവാചകൻ മക്കളുടെ കൂടെ കളിച്ചും ചിരിച്ചും ചേർത്ത് നിർത്തിയുമൊക്കെയാണ് അവരെ ജീവിതം പഠിപ്പിച്ചത്. ആ രീതിയിൽ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.